നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യം യാത്ര. അതിനെക്കുറിച്ച് ഓർഡിനറി ബസ് അതുപോലെ അവർ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ കേരള ഗവൺമെൻറ് എത്ര കോടി നഷ്ടത്തിൽ വരും എന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം പറഞ്ഞു, ആ നഷ്ടം ഞങ്ങൾ വഹിക്കും എന്ന്. ഓക്കെ, സന്തോഷം. ബഹുമാനപ്പെട്ട ശ്രീ ഗണേഷ് കുമാർ ഈ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹം KSRTCയെ ഒരുപാട് നന്നാക്കാൻ ശ്രമിച്ചു. ഒരു 75% നന്നായി. അദ്ദേഹത്തിന് പോലും പൂർണ്ണമായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ സർക്കാർ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് ഈ 5 കൊല്ലം കൊണ്ട് നോക്കാം. അപ്പോൾ ഞാൻ മിമിക്രി രൂപത്തിൽ ഒരു ചർച്ച നടക്കുന്നത് മന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രി സഖാവ് VS, കേരള ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് നമ്മളുടെ KR ഗൗരി, പിന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ കരുണാകരൻ. അവരുടെ 3 പേരുടെയും അഭിപ്രായങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഞാനൊന്ന് അവരെ രംഗത്ത് കൊണ്ടുവരാം. ഓക്കെ. എടോ, കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷം ഭരിച്ചപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് KSRTC അല്ലേ? തനിക്ക് തോന്നുന്നില്ലേ? ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ എന്നല്ലേ? അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അറിയാമല്ലോ. സൗജന്യ യാത്ര എത്രത്തോളം വിജയിക്കും നമുക്കറിയാം. ഈ സർക്കാർ നഷ്ടത്തിലല്ലാതെ എന്താണോ പോയിട്ടുള്ളത്? പെൻഷൻ കൊടുക്കാൻ നമ്മളല്ലേ ഉണ്ടായത്? ആരുണ്ടോ? 3000 രൂപ അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. 2500 കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ കളസം പോയി. നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. സഖാവ് നമ്മുടെ KR ഗൗരി എന്താ ഒന്ന് സഖാവ്, എനിക്കൊന്ന് പറയാനുള്ളൂ. എത്ര വലിയ സർക്കാർ വന്നാലും ശരി, ഈ പെൻഷൻ തുക എന്ന് പറഞ്ഞാൽ വനിതാ മുഖ്യമന്ത്രിയായിട്ട് ഒരുപാട് കൊല്ലം ഞാൻ നിന്നതാ, ഞാൻ അനുഭവിച്ചതാ. ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ അവിടെ നിന്നുള്ള ഫണ്ട് വന്നാൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ദാരിദ്ര്യത്തിലല്ലടോ പോണേ. പെൻഷൻ കൊടുക്കാൻ പോലും നമ്മൾക്ക് നിവർത്തിയില്ല. ഈ സർക്കാർ എന്താണോ കാണിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ? എനിക്ക് മനസ്സിലായി. KR ഗൗരി നമ്മുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുണ്ടല്ലോ, ശ്രീ കരുണാകര. എടോ, താങ്കൾ പറഞ്ഞ പോലെ ഞങ്ങൾ വന്നല്ലേ ഉള്ളൂ. ഈ 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ കൊടുക്കൂടോ 3000. അത് ആരെങ്കിലും കൊന്നെങ്കിലും ഈ സർക്കാർ കൊടുക്കും. കാരണം 47 കൊല്ലം ഞങ്ങൾ ഭരിച്ചില്ലേ. ഈ ഇന്ത്യ ഗവൺമെൻറ് ഭംഗിയായിട്ട് കൊണ്ടത് ഞങ്ങളല്ലേ. താൻ എന്ത് വട്ടാനോട് പറയണേ? ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നേ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. താൻ നോക്കിക്കോ. ഇത് ഗുരുവായൂരപ്പൻ സാക്ഷ്യത്തിൽ കോൺഗ്രസ് കൊണ്ടുപോകും. തൻ്റെ ഒരു തോന്നലാണ്. എല്ലാവർക്കും ഒരു കണ്ടുപിടിയുണ്ട് ഈ സർക്കാർ എന്ത് ചെയ്യുന്നു.
നമുക്ക് നോക്കാടോ. ഏ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാലല്ലേ രാഷ്ട്രീയം വഴിയെന്ന് പറയും. ഏയ് ഗുരുവായൂരപ്പ, ഞങ്ങളുടെ ഫോണ്ട് എടോ, ജനങ്ങളെ സ്നേഹിക്ക്, എന്നാണ് അവർ നിൽക്കുള്ളൂ. താനൊന്ന് പോടൂ. ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ചതാ. അതിൻ്റെ അനുഭവം ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉണ്ടടോ, 5 കൊല്ലം നിങ്ങൾക്ക് വേണ്ടി വിട്ടു തന്നു. താൻ ഭരിക്കേ. ജയ് സഖാക്കളെ. അനിൽ വരാപ്പുഴ.